السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين والذين اتبعوه بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖിനാൽ വളരെ നല്ല ആഫിയത്തോടെ ഈ പരിശുദ്ധ റമദാനിൽ പങ്കുചേരാൻ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സൗഭാഗ്യം ലഭിച്ച ആളുകൾക്ക് അതിൻ്റെ വലിപ്പം തിരിച്ചറിയാൻ സാധിക്കാറില്ല. ഏതെങ്കിലും നിലക്ക് 1-2 ദിവസത്തെ പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിൽ, നോമ്പ് മുറിക്കേണ്ടി വന്നാലും പള്ളിയിലേക്ക് വരാതിരിക്കേണ്ടി വന്നാലും ഒക്കെയുള്ള ആ ഒരു വിഷമം അത് ബാധിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ മഹത്തായ സൗഭാഗ്യം എത്ര വലുതാണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മിക്കവാറും ആളുകളിൽ ചിലരൊക്കെ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നതൊരു വാസ്തവമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളിലും ഒക്കെ തന്നെയായിട്ട് കുറേ ആളുകൾക്ക് നമ്മളെപ്പോലെ ഇബാദത്തിൽ ചേരാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പ്രധാനമായും ഇവിടേക്ക് കയറി വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഫൈസൽ ഖാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എത്രയും വേഗത്തിൽ തൻ്റെ ആരോഗ്യം പരിപൂർണമായ ആഫിയത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ഇനിയും അദ്ദേഹത്തെയും നമ്മെയും ഒക്കെ അല്ലാഹു തട്ടിമാറ്റി രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാൻ എത്തിക്കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും നല്ല സിറ്റുവേഷനാണ് അതിലൂടെ കടന്നു വരുന്നത്. പരമാവധി സൽക്കർമ്മങ്ങൾ ഒന്നിച്ച് ഒരു മാസത്തിലേക്ക് കേന്ദ്രീകരിക്കാനും അല്ലാഹു നിർബന്ധമാക്കിയ എല്ലാ അമലുകൾക്കും സാധ്യമാകാവുന്ന തരത്തിൽ അല്ലാഹു ആ മാസത്തെ പരിപാലനമാക്കുകയും ചെയ്തിട്ടുണ്ട്. സൽക്കർമ്മങ്ങളിൽ മുമ്പത്തെ അപേക്ഷിച്ച് ഒരുപാട് സന്തോഷത്തോടെയും താല്പര്യത്തോടെയും ആരാധനകളിൽ കടിക്കാൻ നമുക്ക് സാധ്യമാകാറുണ്ട്. അതോടൊപ്പം തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയാറുണ്ട്. ചെയ്തു പോയിരിക്കുന്ന പാപങ്ങളൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ ഏതൊരു പ്രായത്തിലും ഓരോരുത്തരും ചെയ്തിരിക്കുന്ന ചെറുതും വലുതുമായ തെറ്റുകളൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ എടുത്തു പറഞ്ഞ് തൗബ ചെയ്ത് സ്ഫുടം ചെയ്യപ്പെടാനുമുള്ള സാധ്യത ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് കിട്ടാറുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ പറ്റിയുള്ള സന്തോഷ വാർത്തകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹുവിൻ്റെ
ഗൗരവപ്പെട്ട ശിക്ഷകളെ പറ്റിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിനെ പറ്റി പറയുന്ന ആയത്തിൽ പോലും അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജഅൽ ലഹു ഇവജ. വക്രതയില്ലാത്ത ഈ ഗ്രന്ഥം തന്റെ അടിമക്ക് നൽകിയ അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കെന്താണെന്നറിയും? ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ. അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷയെ പറ്റിയുള്ള താക്കീത് നൽകുന്ന ഗ്രന്ഥം എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെയാണ് അമലസ്വാലിഹാത്തുകൾ ചെയ്യുന്ന സത്യവിശ്വാസികളായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമെന്ന് രണ്ടാമതായിട്ടാണ് അല്ലാഹു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും സർവോപരിയും ഇബാദത്തുകളിലൊക്കെയും പങ്കെടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന വ്യാധി, എന്ന ബേജാറ് സഹാബത്ത് പേടി നമ്മളും പേടിക്കണം. കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. നിശ്ചയം അല്ലാഹു സ്വീകരിക്കുക തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ്. എൻ്റെ ഈ സംസാരവും നിങ്ങളുടെ ഈ ഇരുത്തവും ആത്മാർത്ഥത നിറഞ്ഞിട്ടല്ലാത്ത ഒരു കാട്ടിക്കുട്ടനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിനു പോലും ഒരു പ്രതിഫലം ലഭിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹാബികൾ നന്മകൾക്ക് വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ കലാം ഓതിയിട്ട് പടച്ച തമ്പുരാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപ്പെട്ട ചില ആയത്തുകൾ അവർ ഓതിക്കൊടുത്തതിൻ്റെ പേരിലായിരുന്നു അവർ അള്ളാഹുവിലേക്ക് പരമാവധി മടങ്ങിയിരുന്നത്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അതിൻ്റെ അടുക്കൽ, ആ നരകത്തിൻ്റെ അടുക്കൽ എല്ലാവരും വരും, ഒരാളും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ലെന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ആ നരകത്തിലേക്ക് നമ്മളൊക്കെയും എത്തിച്ചേരും, അതൊന്ന് കാണിക്കപ്പെടുക തന്നെ ചെയ്യും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും ജാഗ്രത പുലർത്തേണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹാബാക്കളൊക്കെയും ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവരെ സ്വാധീനിച്ചത് നമ്മളെയൊന്നും സ്വാധീനിച്ചതുപോലെയല്ല. നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഭൗതികമായ പ്രബദ്ധതയിലും തിരക്കിലും ജീവിക്കുന്നതിനിടയിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ചില്ലറ നമസ്കാരങ്ങളും ചില്ലറ ഇതുപോലെയുള്ള കർമ്മങ്ങളും അതുപോലെ ചില ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ മെല്ലെ തട്ടിക്കൂട്ടി അങ്ങോട്ട് കടന്നു പോയവരാണ് സഹാബികളെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ അവരുടെ ദൈനംദിനമായ ഭൗതികമായ കാര്യങ്ങൾക്കിടയിൽ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രം കണ്ടെത്തുന്ന ഒന്നായിരുന്നില്ല ഇസ്ലാമിൻ്റെ ആദർശവും സൽക്കർമ്മവും. അവർ അതിനുവേണ്ടി ജീവിച്ചിട്ട് അതിനുവേണ്ടി നിലനിൽക്കൊള്ളുവാൻ വേണ്ടി ഭൗതികമായ ആവശ്യങ്ങളെ ഒരല്പനേരത്തേക്ക് പരിഗണിച്ചു എന്നതല്ലാതെ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുമ്പോൾ നമ്മളൊക്കെയും ചിന്തിക്കുക, നമ്മളിവിടെ ഇമാമ് നിൽക്കുന്ന സമയത്ത് തറാവീഹിലും മറ്റും മനോഹരമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് ആസ്വദിച്ച് കേൾക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം. ഖുർആനിന്റെ വശ്യതയെ, ഖുർആനിന്റെ ആകർഷണത്തിൽ വീണുപോയ ആളുകളാണ് നമ്മളെല്ലാം. അതിൻ്റെ ആസ്വാദനത്തെ തിരിച്ചറിഞ്ഞ ആളുകളാണ് നമ്മളെല്ലാം. ഏറ്റവും നല്ലൊരു പാരായണം ആരാണ്, എവിടെ നിന്നാണ് കേൾക്കപ്പെടുക എന്ന് വിചാരിക്കുമ്പോൾ അവിടേക്ക് ഓടിച്ചെല്ലുന്ന ആളുകളാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ പരിശുദ്ധ ഖുർആനിനെ ആസ്വദിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിതയിൽ എന്താ പറയുക, അതിൻ്റെ സന്തോഷത്തിൽ ജീവിച്ച ആളുകളായിരുന്നില്ല. ഓരോ ആയത്തുകളും അവർ ബേജാറാക്കിയിരുന്നു. അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ചില ആയത്തുകൾ കേട്ടാൽ അവർ ബേജാറായിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഈ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേട്ട സമയത്ത് നമസ്കാരത്തിൽ അദ്ദേഹം ബോധം കെട്ട് വീണുന്നതാണ്. ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിയാളുന്ന നരകത്തെ പറ്റി താക്കീത് ചെയ്യുക നബിയേ എന്ന ആയത്ത് മിഹ്റാബിൽ നിന്ന് ഓതി അത് തന്റെ കർണപടത്തിൽ അടിച്ച് ബേജാറായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ബോധം കെട്ട് വീണുന്ന അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ. നിങ്ങൾക്കറിയുമോ, ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെയും പ്രവാചകനിൽ ആദ്യമായി വിശ്വസിച്ച അബൂബക്കർ സിദ്ദീഖിനെയും ഞാൻ എൻ്റെ വാള് കൊണ്ട് വകവരുത്തുമെന്ന് പ്രഖ്യാപിച്ച് പല തവണയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒക്കാള ചന്തയിലെ പോക്കിരിയായിരുന്നു ഉമർ ഖത്താബ്. താൻ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പേ തന്നെ, നേരത്തെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന തന്റെ സഹോദരി എന്ന മനോഹരമായ സൂറത്ത്
ഓതുന്നത് കേട്ടിട്ടാണ് ഉമർ ഖത്താബ് തിരിച്ചു വരികയാണ്. തന്റെ സഹോദരി, കടുപ്പമുള്ള മനസ്സിന്റെ ഉടമയായ ഉമർ ഖത്താബ് വീട്ടിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോ ഈ ഖുർആനെ ഒളിപ്പിച്ചു, ഈ മുസ്ഹഫ് ഒളിപ്പിക്കുക ചെയ്തു. എന്തായിരുന്നു ഇവിടെ നിന്ന് കേട്ടത് എന്ന് ചോദിച്ച് നിർബന്ധിപ്പിച്ച് തൻ്റെ സഹോദരിയെ കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആ ആയത്തുകളെ ഓതി കേട്ട് ധീരനായ ഉമർ തിരിച്ചു നടക്കുന്ന ചരിത്രമാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക. പരിശുദ്ധ ഖുർആനിന്റെ പരിമളം അങ്ങനെയായിരുന്നു. ഒരു ശത്രുവിനെ പോലും അത് അത്രത്തോളം ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ, ആ സത്യവിശ്വാസികളായ സ്വർഗമുറപ്പിച്ച പ്രവാചകന്മാരെ പോലും അത് ഭയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ അത് കേട്ടിട്ട് കരഞ്ഞിരുന്നെങ്കിൽ, കഴിയുമോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇമാമത്ത് നിന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം പൂർത്തിയാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയായിരുന്നു പലപ്പോഴും എന്ന് സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മരണാശയ്യയിൽ കിടക്കുന്ന വേളയിൽ ആയിഷ, നിങ്ങളെ പിതാവിനെ നമസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ ഏൽപ്പിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് കൊടുത്ത മറുപടി എന്താണെന്നറിയും? അള്ളാഹുവിന്റെ റസൂലെ, എൻ്റെ വാപ്പക്ക് ഈ നമസ്കാരം പൂർത്തിയാക്കാൻ കഴിയൂല. അദ്ദേഹം കരഞ്ഞ് നമസ്കാരത്തിന്റെ പൂർത്തീകരണം കിട്ടാത്ത അവസ്ഥയിൽ സഹാബാക്കൾ ബുദ്ധിമുട്ടും. നമുക്ക് ധീരനായ ഉമറിനെ ഏൽപ്പിച്ചാലോ എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവരെ ഭയപ്പെടുത്തിയത് അത്രത്തോളമായിരുന്നു. സൂറത്തു തൂറിലെ ചില വചനങ്ങൾ കേട്ടിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പേടിച്ച് ഒരു മാസത്തോളം പനിച്ചു കിടന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. സൂറത്തു തൂറിലെ ആയത്തിലെ നരകത്തിനെ പറ്റി പറയുന്ന ഭാഗം ഉമറിനെ ഇത്ര കണ്ട് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാസത്തോളം പനിച്ചു കിടക്കാൻ മാത്രം ഉമർ ഖത്താബിനെ അത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാന്റെ റസൂലിനെ പോലും പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു വാഖിഅ, സൂറത്തു ദാരിയാത്ത്, അതേപോലെ തന്നെ സൂറത്തു തൂർ പോലുള്ള ആയത്തുകളുടെ സംഹാരം അള്ളാഹുവിൽ നിന്ന് വന്ന് ആ ആയത്തുകളുടെ ഭയാനകതയും ഭീകരതയും അള്ളാഹുവിന്റെ താക്കീതും കണ്ട് ഭയപ്പെട്ട് നമ്മുടെ റസൂലിന്റെ മുടി പോലും നരച്ചു പോയത് ഈ സൂറത്തിറങ്ങിയപ്പോഴാണ് ചരിത്രം പറയുന്നത്. അത്ര കണ്ടവർ പേടിച്ചിരുന്നു ആയത്തുകൾ, അത്രത്തോളം അവരെ സ്വാധീനിച്ചിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന ഒരു അക്രമിയായി ജീവിച്ച ഒരു മനുഷ്യനുണ്ട്. പിടിച്ചുപറിക്കാരനായിരുന്നു. വഴിയിൽ നിന്ന് ഒളിഞ്ഞു നിന്ന് അതിലൂടെ പോകുന്ന യാത്രാ സംഘത്തെ പിടിച്ചു വെക്കുകയും അവരിൽ നിന്നുള്ള സ്വത്തും സംവിധാനങ്ങളുമെല്ലാം പിടിച്ചു പറിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ പോക്കറ്റടിക്കാരനായിരുന്നു ഫുളൈൽ. അതോടൊപ്പം തന്നെ വമ്പിച്ച ലഹരിയുടെയും വമ്പിച്ച മദ്യത്തിന്റെയും അതുപോലെ തന്നെ വ്യഭിചാരത്തിന്റെയും ഒക്കെ ആളായിരുന്നു. ഒരു സ്ത്രീയെ വശീകരിച്ച് തൻ്റെ ഇംഗിതത്തിന് ഇംഗിതത്തിന് വിധേയമാക്കാനായി ആ സ്ത്രീയുടെ വീടിന്റെ ഓരത്തുള്ള മതിലിങ്ങനെ ചാടിക്കിടക്കുന്ന സമയത്ത് സമീപത്തുള്ള ഒരു മനുഷ്യനിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേൾക്കുകയാണ്. ആ ആയത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ നിർത്തിക്കൂടെ? നിങ്ങൾക്കിത് നിർത്താൻ അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് എന്ന ആയത്ത് കേട്ടിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് ബേജാറായി. അങ്ങോട്ട് ചാടാൻ പോയ ഫുളൈൽ തിരിച്ചു വന്നു. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പാപവും ചെയ്യാത്ത മനുഷ്യനായി മാറിയെന്ന് ചരിത്രങ്ങൾ പറയാണ്. പ്രിയപ്പെട്ടവർ, ഒരുപാട് ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ അത്ര കണ്ട് അവരെ ബേജാറാക്കിയിരുന്നു, അത്ര കണ്ട് അവരെ സ്വാധീനിച്ചിരുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് എത്തുമെന്നും നാളെ പരലോകത്ത് വിജയിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥ വിജയമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല തവണയായി പ്രവാചകന്മാർക്ക് ഉപദേശം കൊണ്ടും ഓർമ്മപ്പെടുത്തൽ കൊണ്ടും അവരുടെ പിന്നാലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായി. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്കറിയാം, അല്ലാഹനെ സൂക്ഷിക്കുവിൻ എന്നൊരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനൽ റിബ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ എന്ന് പറഞ്ഞ് നിരവധി ആയത്തുകൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം വളരെ ഗൗരവത്തിൽ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്ന സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ ഒന്ന്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആ ദിവസത്തെ സൂക്ഷിക്കണേ എന്നുള്ള താക്കീതാണ്. മൂന്നാമത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ സൂക്ഷിക്കുവിൻ എന്ന് പറഞ്ഞത് നമ്മൾ കാണുന്നത് നരകവുമായി ബന്ധപ്പെട്ട വത്തഖുന്നാർ അല്ലതീ വഖൂദുഹൻ നാസ് വൽ ഹിജാറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുവിൻ. മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കപ്പെടുത്തി അങ്ങനെ കത്തിച്ചുകൊണ്ട് ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. അതിൻ്റെ ഒരു തീപ്പൊരി, ഒരു കൊട്ടാരത്തിന്റെ വലുപ്പം ഉണ്ടാകുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ കത്തിയാളുന്ന നരകത്തിൽ ഒരു യാത്രയിൽ
അള്ളാന്റെ റസൂലിന്റെ സഹാബാക്കൾ ഒരുമിച്ചിരുന്ന് ഒരു പാത്രം കല്ലിന് മുകളിൽ വെച്ച് തീ കൊടുത്ത് ഏതോ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാറുക്കും ജുസ്ഉൻ, ഈ തീ നരകത്തിലെ തീയുടെ 70-1 മാത്രമാണ് സഹാബത്തെ. ഇതിന്റെ 70ഓളം ഇരട്ടി ശക്തിയായിരിക്കും നരകത്തിലെ തീക്ക് ഉണ്ടാവുക എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവര് ആ നരകത്തെ അവർ ഭയപ്പെടുകയായിരുന്നു. അള്ളാഹുവിനെ പറ്റിയുള്ള പേടി അവരുടെ സത്യവിശ്വാസത്തെ ദൃഢപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകൾ കൊണ്ട് അവർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. പരിശുദ്ധ ഖുർആനിന്റെ താക്കീതുകൾ പറഞ്ഞിട്ട് അവരുടെ ജാഗ്രത വർദ്ധിപ്പിക്കാൻ റസൂൽ ശ്രദ്ധിച്ചിരുന്നു. ഒരു പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. അള്ളാഹുവിന്റെ റസൂലിനോട് പറയാ, നബിയെ പറഞ്ഞു കൊടുക്ക്, അന്നി അനൽ ഗഫൂറുർ റഹീം, അവരെന്നോട് പൊറുക്കലിനെ തേടിയാൽ ഞാൻ അങ്ങേയറ്റം ഗഫൂറായ റബ്ബാണ്, ഞാൻ അങ്ങേയറ്റം പുറത്തു കൊടുക്കും. എന്നിട്ട് അടുത്ത അതേ ആയത്തിൽ അടുത്ത വചനം എന്താ, വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്നാൽ എന്റെ ശിക്ഷ കഠിനമായ ശിക്ഷയായിരിക്കുമെന്ന് അതേ പരിശുദ്ധ ഖുർആനിലെ അതേ സ്ഥലത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരണത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നരകത്തിന്റെ ശിക്ഷയെ പേടിച്ചിട്ട് ബേജാറായിട്ട് അവർ സൂക്ഷ്മാലുക്കളായി മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗവും നരകവും ഖബറും ഒക്കെ നേരിട്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ടും അത്തരണത്തിലുള്ള ഒരു തഖ്വ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ആദർശത്തിന് ജീവനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ലഹും മിൻ ഫൗഖിഹിം ദുലലുൻ വമിൻ തഹ്തിഹിം ദുലൽ, മുകളിൽ നിന്ന് തീജ്വാലകൾ കത്തി എന്താ പറയാ ഉയർന്നുകൊണ്ടിരിക്കുകയും അതേ അവസരത്തിൽ തന്നെ നരകത്തിന്റെ താഴെ നിന്നും തീക്കൂട്ടങ്ങൾ പാടിക്കത്തുന്ന ഒരവസ്ഥയാണ് നരകത്തിൽ ഉണ്ടാകുക എന്ന് ഖുർആൻ പറയുന്നത്. അതായത് രണ്ട് തീകളുടെ അട്ടികൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. ആ അട്ടികൾക്കിടയിൽ നിന്നിട്ടാണ് നമ്മൾ കത്തിക്കൊണ്ടിരിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് ആകാശഭൂമികൾ ഒന്നാകെ മാറി മറിയുന്നതും അള്ളാഹുവിന്റെ കൈകളിലേക്ക് അത് ചുരുണ്ടുകൂടപ്പെടുമെന്നും ആകാശത്ത് അള്ളാഹുവിന്റെ വലത് കൈയിൽ പടച്ച തമ്പുരാൻ ചുരുട്ടിപ്പിടിക്കുമെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിശദീകരിക്കുക, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി വൽ അർളു ജമീഅ ഖബലതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനി, ആകാശങ്ങൾ 7 ആകാശങ്ങൾ അള്ളാഹുവിന്റെ വലത് കൈയിൽ അല്ലാഹു ചുരുട്ടിപ്പിടിക്കും, ഭൂമി അള്ളാഹുവിന്റെ കയ്യിലിട്ട് ഞെരുക്കും, പർവ്വതങ്ങൾ കടഞ്ഞ ആട്ടിൻ രോമങ്ങളെ പോലെ ധൂളികളായി പറന്നുകൊണ്ടിരിക്കും, എല്ലാം ഭസ്മമാകുന്ന തരത്തിൽ ഈ ഭൂമുഖത്തെ മുഴുവനായി പടച്ച തമ്പുരാൻ നശിപ്പിക്കും. ഇതിങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോഴാണ് പേടിച്ചരണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് നമ്മളൊക്കെ എവിടെയായിരിക്കും? പ്രവാചകൻ പറഞ്ഞു, ആയിഷ, എല്ലാ മനുഷ്യരെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഇങ്ങനെ ജിജ്ഞാസയോടുകൂടി വികാരത്തോടുകൂടി ബേജാറോടുകൂടി നിൽക്കുന്ന സമയത്ത് അത് കൊണ്ടുവരപ്പെടും. ആയിരക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ നരകം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. അന്ന് നരകത്തിന്റെ മുകളിലൂടെ നേർത്ത ഒരു പാലമുണ്ടായിഷ, ആ പാലത്തിന്റെ മുകളിലായിരിക്കും സർവ മനുഷ്യരും ജീവജാലങ്ങളും ഒരുമിക്കപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭൗതികമായ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ ആത്മീയമായ പരിവേശത്തെ നമ്മൾ ഒരല്പമാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ, ഗൈബിയായ വിശ്വാസത്തിന്റെ പേരിൽ നമ്മളുടെ ഈമാൻ കത്തിജ്വലിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിന് കാമ്പില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബികൾ, അവരുടെ പ്രത്യേകത എന്താണ്? ഫഖദ് ഗഫർതു ലക്കും, അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ജാഹിലിയ്യത്തിൽ ജീവിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് കടന്നു വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൾ പിടിച്ച് ബൈഅത്ത് ചെയ്യുന്ന മനുഷ്യന് അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഈമാനികമായിട്ട് ഇങ്ങനെ വളർന്നു വലുതായി അതിന്റെ എല്ലാവിധ പരിപോഷപ്പെടുത്തലുകളും അവരുടെ ജീവിതത്തിലേക്ക് വന്ന് ഉത്കണ്ഠാകുലരായി അവർ ജീവിച്ചു. അവർ നാളെ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടുമോ എന്ന വ്യാധി അവർക്ക് വല്ലാതെ ഉണ്ടായിരുന്നു. അവരാരും റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സന്തത സഹചാരികൾ എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ രക്ഷപ്പെടുമെന്നുള്ള ഉറപ്പിലോ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് പോലെ നാട്ടുകാർ മുത്തഖി എന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്ന നിലയ്ക്കുള്ള അഭിമാനത്തോടു കൂടിയോ ജീവിച്ചവരായിരുന്നില്ല. സഹാബാക്കളിൽ പലരും കരഞ്ഞുകൊണ്ടേയിരുന്നു. മുൻകാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ
അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്ന് ഉറപ്പ് കിട്ടിയിട്ട് പോലും അവര് കരഞ്ഞുകൊണ്ടേയിരുന്നു. സഈദ് ബിൻ ആമിറിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, സഹാബാക്കളോടൊപ്പം ജീവിക്കുന്ന സമയത്ത് പല തവണകളായി നിങ്ങൾ സഈദിനെ കരഞ്ഞുകൊണ്ട് കാണാറുണ്ട്. അള്ളാന്റെ റസൂലെ, സഈദ് കരയുമെന്ന് മാത്രമല്ല, ഇടക്കിടക്ക് സഈദ് ബോധം കെട്ട് വീണു പോകും. എന്താണെന്നറിയില്ല. ഉണർന്നു കഴിഞ്ഞാൽ സഈദ് നോർമലാണ്. പിന്നീട് ഞങ്ങൾ ഏതെങ്കിലും യാത്രയിൽ ഇങ്ങനെ നടക്കുമ്പോൾ, ഏതെങ്കിലും യാത്രാ സംഘത്തിൽ അദ്ദേഹം ഉണ്ടാകുമ്പോൾ അദ്ദേഹം സംസാരത്തിനിടയിൽ തരിച്ചു നിൽക്കും, എന്നിട്ട് കരയും. പിന്നീട് ഒരൽപ്പം കഴിഞ്ഞാൽ അദ്ദേഹം ബോധം കെട്ട് വീഴുന്നത് കാണാം. അള്ളാന്റെ റസൂൽ സഈദിനെ വിളിച്ചു, അല്ലയോ സഈദ്, എന്താണ് വിഷയം? സഈദ് ബിൻ ആമിർ പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ടവരെ, വളരെ വികാരഭരിതമാണ്. സഈദ് ബിൻ ആമിർ പറയും, അള്ളാന്റെ റസൂലെ, ജാഹിലിയ്യത്തിൽ പോക്കിരി കൂട്ടങ്ങളുടെ കൂടെ ജീവിച്ചവനാണ് ഞാൻ. എല്ലാ തോന്യാസങ്ങളിലും അർമാദിച്ച് ജീവിച്ചവനാണ്. അള്ളാഹുവിന്റെ റസൂലെ, താങ്കളുടെ പ്രബോധനം കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഞാൻ. ഇന്ന് ഞാൻ ആസ്വദിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ്. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ കുഫാറുകളോട്, നിഷേധികളോട് കഠിന ഹൃദയമുള്ളവരാണ്. എങ്കിൽ റുഹമാഉ ബൈനഹും, പരസ്പരം അവർ സ്നേഹത്തിൽ ചാലിച്ച് ജീവിക്കുന്നവരാണ്. അള്ളാന്റെ റസൂലെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹാബാക്കളെ കാണുമ്പോൾ ഞാൻ ഓർക്കുകയാണ്. മുസ്അബ് ഇബ്നു ഉമൈറിനെയും അമ്മാർ ഇബ്നു യാസിറിനെയും ഹൻളലയെയും അതുപോലെയുള്ള നിരവധി സഹാബാക്കളെ ചൂണ്ടിക്കൊണ്ട് കണ്ണു കാണാതെ പ്രവാചകന്റെ കൂടെ ചേർന്നിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെയും ബിലാൽ ഇബ്നു റബാഹയെയും ഖുബൈബിനെയും ഖബ്ബാബിനെയും അള്ളാന്റെ റസൂലേ, ഇവരൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എന്റെ ജാഹിലിയ്യത്തിൽ, എന്റെ കോട്ടയിലേക്ക്, പാതാളത്തിലേക്ക്, എന്റെ ഞാൻ നിൽക്കുന്ന സങ്കേതത്തിലേക്ക് അള്ളാന്റെ റസൂലേ, ഈ കൂട്ടത്തിൽപ്പെട്ട ഇതുപോലെയുള്ള പാവപ്പെട്ട നിഷ്കളങ്കനായ വിശ്വാസിയായ ഒരു മനുഷ്യനെ നിങ്ങൾ അയച്ചു എന്ന് ദീന് പറഞ്ഞു തരാൻ. ഖുബൈബ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അള്ളാന്റെ റസൂലേ, ഖുബൈബിനെ എന്റെ കോട്ടയിലേക്ക് താങ്കൾ അയച്ച സന്ദർഭം, എന്റെ കൂട്ടാളികളായ കാട്ടാളന്മാർ എന്ന് ഖുബൈബിനെ ഈന്തപ്പനയിൽ കെട്ടിത്തൂക്കി. ഖുബൈബിന്റെ ഓരോ അവയവങ്ങളും അവർ ഛേദിച്ചു. കാതുകൾ മുറിച്ചു, മൂക്ക് മുറിച്ചു, നാവ് മുറിച്ചു. ഖുബൈബിനെ നിഷ്കരുണം അവർ തറച്ചു കൊല്ലുന്നത് ഈ സഈദ് കണ്ടിട്ടുണ്ട്. ഞാൻ എങ്ങാനും നിർത്തണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കൂട്ടുകാര് സഈദിനെ ഉപദ്രവിക്കുമായിരുന്നില്ല. ഞാൻ അയാളെ കൊല്ലാതെ വെറുതെ ഇട്ടേക്കെന്ന് പറഞ്ഞാൽ ഖുബൈബ് ഇന്ന് ഈ സദസ്സിൽ ഉണ്ടാകുമായിരുന്നു. റസൂലേ, ഞാൻ ആലോചിക്കുകയാണ്, നാളെ റബ്ബിന്റെ കോടതിയിൽ ഖുബൈബിന്റെ കൊലപാതകം വിചാരണക്കെടുക്കുന്ന വേളയിൽ അള്ളാഹു എന്റെ പേര് വിളിക്കുമോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്റെ ബോധം പോകുന്നത് എന്ന് സഈദ് ബിൻ ആമിർ പറയാണ്. ജീവിതത്തിൽ മുച്ചൂടും ഏറ്റവും നല്ല സ്ഫുടം ചെയ്യ കൽബുമായി അള്ളാന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബാക്കൾ പഴയകാല തിന്മകൾ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും തിന്മകൾ ആലോചിച്ച് അഭിമാനം കൊള്ളുന്നവരാണ്. നമ്മളുടെ ബോധമുള്ള കാലത്തും ഈമാൻ കുറഞ്ഞ കാലത്തും ചെയ്തു കൂട്ടിയ പാവക്കറകൾ ആലോചിച്ച് അഭിമാന നിർവൃതി അടിയുന്ന ആളുകളായിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികളെ സത്യസന്ധമായി ദീനിയായി വളർത്തി വലുതാക്കി സുരക്ഷിതമായ കൈകളിലേക്ക് എത്തിക്കുന്ന മാതാപിതാക്കൾക്കുള്ള പ്രതിഫലം പറയുന്ന ഒരു ക്ലാസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 3 പെൺകുട്ടികൾ ഒരു പിതാവിനുണ്ടാവുകയും അയാൾ വളർത്തി വലുതാക്കി ഏറ്റവും സുരക്ഷിതത്വത്തിൽ അവളെ വളർത്തി വലുതാക്കിയാൽ അയാൾക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് സഫിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് 2 പെൺകുട്ടികളാണ്, എനിക്ക് ആ ഓഫർ കിട്ടുമെന്ന് ചോദിച്ചു. ആ സമയത്ത് ആകാശത്ത് നിന്ന് പ്രപഞ്ചനാഥന്റെ വഹി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആർക്കെങ്കിലും 2 പെൺകുട്ടികൾ ഉണ്ടാവുകയും എന്നിട്ട് അയാൾ ദീന് കൊടുത്ത് വളർത്തി വലുതാക്കി സുരക്ഷിതമായ 2 കൈകളിലേക്ക് അവളെ ഏൽപ്പിക്കുകയും ചെയ്ത് വളർത്തി വലുതാക്കി പൂർത്തിയാക്കിയാൽ ആ രക്ഷിതാവിനും സ്വർഗമുണ്ടെന്ന് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സമയത്താണ് സദസ്സിന്റെ പിന്നിൽ നിന്ന് വിതുമ്പുന്ന ചുണ്ടുകളോടെ ബേജാറോടെ ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. ആസിമുൽ മുൻകരി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ജാഹിലിയ്യത്തിൽ, എന്റെ യൗവനത്തിൽ, എന്റെ ബീജത്തിൽ 12 പെൺകുട്ടിമാരുണ്ടായിരുന്നു. എനിക്ക് 12 സുന്ദരികളായ മൊഞ്ചത്തി കുട്ടികളുണ്ടായിരുന്നു. ആ 12 പെൺകുട്ടികളെയും ജീവനോടെ കുഴിച്ചു മൂടിപ്പോയവനാണ് ഞാൻ. എന്റെ ജാഹിലിയ്യത്തിൽ എന്നോട് കൊന്നുപോയിട്ടുണ്ട്. 12 പെൺകുട്ടികളെ, സ്വന്തം മക്കളെ ജീവനോടെ മണ്ണിട്ട് മൂടി കൊന്നു കളഞ്ഞു ഞാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ തല താഴ്ന്നു. പ്രവാചകൻ പറഞ്ഞു, ലാ യർഹം, ലാ യർഹം, ആകാശത്തുള്ളവൻ കരുണ കാണിക്കില്ല, നോ കോംപ്രമൈസ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാത്തവന് ആകാശത്തുള്ളവൻ കരുണ കാണിക്കില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന് ചില പാതകങ്ങൾ കേട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ ബേജാറായി പോകും, പ്രവാചകന്റെ തല താഴ്ന്നു പോകും.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും റസൂലിനെയും നെഞ്ചേറ്റുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള ഏതൊരു ആളുകളെയും ഏതൊരു ബന്ധത്തെയും മാറ്റി നിർത്താൻ ഉതകുന്ന തരത്തിൽ ഈമാനികമായ പരിവേഷം ഉണ്ടാകണമെന്ന് റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങളിലൂടെ പഠിച്ചതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിച്ച തന്റെ പ്രിയപ്പെട്ട പിതാവ് അബൂ ഖുഹാഫയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തട്ടി നിലത്തിടുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്കെതിരെ മോശമായത് പറഞ്ഞതാണ്, ഒന്തിയിട്ട് കളഞ്ഞു, നിലത്ത് വീണു വാപ്പ. ഇനിയോ അബൂ ഉബൈദത്തുൽ ജറാഹ് അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച പ്രഗൽഭനായ സഹാബിയാണ്. ആ അബൂ ഉബൈദയുടെ പിതാവ് റസൂലുള്ളാഹിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, പ്രവാചകനോട് ഏറ്റവും കൂടുതൽ അരിശമുള്ള പിതാവായിരുന്നു. പല തവണയായി നിന്റെ മുഹമ്മദിനെ ഞാൻ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ച പിതാവായിരുന്നു. ഒരിക്കൽ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഒരേ വീട്ടിൽ നിന്ന് അബൂ ഉബൈദ അള്ളാന്റെ റസൂലിന്റെ ഭാഗത്തായി അള്ളാന്റെ റസൂലിന് വേണ്ടി അടരാളാൻ ഒരുങ്ങുമ്പോ ഇപ്പുറത്ത് പിതാവ് അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ ഒരുങ്ങുകയാണ്. അന്ന് അബൂ ഉബൈദയോട് പിതാവ് പറഞ്ഞു, ഉബൈദ, നിന്റെ മുഹമ്മദിനെ ഇന്ന് ഈ വാൾത്തലപ്പ് കൊണ്ട് ഞാൻ നേരിടും. നിന്റെ മുഹമ്മദിനെ കൊല്ലുന്ന വെട്ടുന്ന വാള് ഈ വാളായിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് അബൂ ഉബൈദത്തുൽ ജറാഹ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി തന്റെ പിതാവിനോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. പിതാവേ, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച ആളാണ് ഞാൻ. ആ പ്രവാചകന്റെ ആദർശം മഹിതമായ ആദർശമാണ്. ആ ആദർശം ഈ ഭൂമുഖത്ത് പ്രസരിക്കുന്നതിന് ഈ ഭൂമുഖത്ത് ആരാണോ തടസ്സം, ആ തടസ്സം ഉണ്ടാകുന്ന ആളെ വകവരുത്തുക, ഇല്ലാതാക്കുക എന്നത് ഞങ്ങളെ കൊണ്ട് പ്രശ്നമല്ല. ആ രണഭൂമിയിൽ അള്ളാഹുവിന്റെ റസൂൽ, എന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ പരിചയായിട്ട് ഈ അബൂ ഉബൈദ ഉണ്ടാകുമെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വട്ടം ചുറ്റി കൊല്ലാനായി പരിശ്രമിച്ച ആ പിതാവിനെ അബൂ ഉബൈദയാണ് അവസാനം വെട്ടിക്കൊല്ലുന്നത്. തന്റെ പിതാവിനെ കഴുത്തിൽ നിന്ന് തല എടുത്ത് തറച്ച് മുറിച്ചു മാറ്റിയിട്ട് ആ വാൾത്തലപ്പിൽ പിതാവിന്റെ തലയും കുത്തിപ്പിടിച്ച് അബൂ ഉബൈദ വരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലേ, ഇത് കണ്ടോ, ഈ തല എന്റെ വാപ്പാന്റെ തലയാണ്. നിങ്ങളെ കൊല്ലാനായി വീട്ടിൽ നിന്നിറങ്ങിയതാണ്. പലതവണ ഞാൻ വാണിംഗ് കൊടുത്തതാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളെ രക്ഷിക്കാൻ എനിക്കിത് ചെയ്യേണ്ടി വരുമെങ്കിൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. റസൂല് തല താഴ്ത്തി. പ്രവാചകൻ പറഞ്ഞു, അബൂ ഉബൈദ, വേണ്ടായിരുന്നു, പാപ്പനോടത് വേണ്ടായിരുന്നു, ഇത്രയൊന്നും വേണ്ടായിരുന്നു എന്ന നിലക്ക് പറഞ്ഞ സമയത്താണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിക്കൊണ്ട് ആയത്ത് വരികയാണ് ആകാശലോകത്ത് നിന്ന്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുആദ്ദൂന മൻ ഹദ്ദല്ലാഹ വ റസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും ബിറൂഹിൻ മിൻഹു വയദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറദു അൻഹു. സുബ്ഹാനല്ലാഹ്. ഒരുപാട് മനോഹരമായ ആയത്ത്. ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുൽ മുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ ആയത്ത് വന്നു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാൾ, ഒരു ജനത അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും മത്സരം കാണിക്കുന്നവരുമായിട്ട് സ്നേഹബന്ധം പുലർത്തുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയൂല. റസൂലുള്ളാഹിനോട് മത്സരിക്കുന്നവൻ, റസൂലുള്ളാഹിനോട് പോരടിക്കാൻ ഇറങ്ങുന്നവനോട് അവനോട് സ്നേഹബന്ധം പുലർത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നബിയെ. എന്നിട്ട് അവിടുന്ന് പറയാണ്, തങ്ങളുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരങ്ങളോ ബന്ധുകുടുംബക്കളോ ആരായാലും ശരി, റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിക്കുന്നവനാണോ അവനോട് നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ അശിദ്ദാഉ അലൽ കുഫാർ എന്ന് പറഞ്ഞില്ലേ, അവരോട് കഠിന ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ കൊല്ലാനുള്ള ആയത്തായിട്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അള്ളാഹു നിർദ്ദേശിച്ച ഒരു കർമ്മത്തിന് എതിരായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏതെങ്കിലും ഒരു തിന്മ തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഒഴിവാക്കാനും കൂടിയിട്ടുള്ളതാണ് ഈ ആയത്തിനെന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹിക്ക് വേണ്ടി എന്തിനും റെഡിയായിരുന്നു. 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 35-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ ഒരു സഹാബി ഉണ്ടായിരുന്നു, സഅദ് ഇബ്നു മുആദ്. ഗംഭീരമായ ജീവിതമായിരുന്നു. 5 വർഷം കൊണ്ട് സഅദ് ഉണ്ടാക്കിയ ചരിത്രമായിരുന്നു. ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന വേളയിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, സഹാബാക്കളോട് ചോദിച്ചു, അവൻ എത്ര പേരുണ്ട് എതിരാളികൾ? സഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, 9 ഒട്ടകങ്ങളെ അവരറുത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ നിന്ന്. റസൂൽ പറഞ്ഞു, 9 ഒട്ടകങ്ങളെ അവർ കഴിക്കുന്നുണ്ടെങ്കിൽ അവർ 1000-ന്റെ അടുത്ത് ആളുകൾ ഉണ്ടാവും. ഒരൊട്ടകം 100 ചില്ലാനം ആളുകൾ തിന്നുന്ന അന്നത്തെ അറബികളുടെ കണക്ക്. 9 ഒട്ടകം എതിരാളികൾ അബൂജഹലും കൂട്ടരും അറുത്തിട്ടുണ്ടെങ്കിൽ അത് 1000-ന്റെ അടുത്ത് ആൾക്കാരുണ്ടാകും. എന്നിട്ട് റസൂൽ സഹാബാക്കളോട് പറഞ്ഞു, സഹാബത്തെ, നമ്മൾ 300 ചില്ലാനം ആളുകളാണ്, അവരോട് എതിർത്താൽ നടക്കുമോ? നമുക്ക് തിരിച്ചു പോകണോ?
എന്ന് ചോദിച്ച സമയത്ത് സഅദ് ഇബ്നു മുആദ് പറയുന്ന വർത്താനുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, മുന്നോട്ടുള്ള ഗമനം അതിനൊരാളും തടസ്സം ഉണ്ടാകരുത്. നമ്മുടെ ആദർശം ഈ ഭൂമുഖത്ത് നിലനിൽക്കാൻ എന്തിനും ഞങ്ങൾ റെഡിയാണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത മൂസാ നബി യുദ്ധത്തിന് വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ നീ പോയി യുദ്ധം ചെയ്തോ, നീയും നിന്റെ റബ്ബും യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് ഞങ്ങൾ പറയില്ല. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ആ കാണുന്ന സമുദ്രത്തിൽ ചാടി മരിക്കാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങൾ റെഡിയാന്ന് പറഞ്ഞു. സഅദ് ഇബ്നു മുആദ് പറഞ്ഞെന്താണെന്നറിയോ? സഅദ് ഇബ്നു മുആദ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ധീരമായി നമ്മൾ അടരാണ്, ശത്രുക്കൾക്കിടയിൽ നമ്മൾ നിലനിൽക്കും, ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. ഈ സഅദ് ഇബ്നു മുആദിന്റെ തല ഈ കഴുത്തിൽ നിന്ന് മുറിക്കപ്പെട്ടാൽ, ഈ സഅദിന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ കഴുകന്മാർ കൊത്തിയെടുക്കുന്നത് താങ്കൾ കണ്ടാൽ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്റെ കുടുംബത്തിന്റെ അടുക്കലേക്ക് പോകണം, എന്റെ മക്കളും കുടുംബവും നിങ്ങൾക്ക് കാവലിരിക്കും പ്രവാചകരെ എന്ന് സഅദ് ഇബ്നു മുആദ് പ്രഖ്യാപിക്കുക. ആ സഅദിന്റെ മരണത്തെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹാദല്ലദീ തഹറക ലഹുൽ അർശ്. സഅദിന്റെ മരണം അതിഗംഭീരമായ മരണമായിരുന്നു. അർശൊന്ന് കുലുങ്ങിന, മലക്കുൽ മൗത്ത് സഅദിന്റെ റൂഹ് പിടിക്കാൻ വന്നപ്പോൾ അർശൊന്ന് കുലുങ്ങി. വഫുതിഹത് ലഹും അബ്വാബുസ് സമാ, ആകാശവാതിലുകൾ മലർക്ക് തുറക്കപ്പെട്ടു. വശഹിദഹാ 70000 മിനൽ മലായിക, ഈ മലക്കുൽ മൗത്തിന്റെ കൂടെ 70,000 മലക്കുകൾ ഹാജരായ ഗംഭീരമായ മരണം വരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, സഅദിന് അത്രത്തോളം നന്മകൾ ഉണ്ടായിരുന്നു. എത്ര നന്മയുണ്ടോ അത്ര കണ്ട് മലക്കുൽ മൗത്ത് പിടിക്കാൻ വന്ന മലക്കുൽ മൗത്തിന്റെ കൂടെ ഹാജരായി എന്ന് റസൂലുള്ളാഹ്. അങ്ങനെ മരണം വരിച്ച സഅദിനെ പറ്റി പ്രവാചകൻ പറയുന്നുണ്ട്. പക്ഷേ ലഖദ് ലമ്മ ലമ്മതൻ സുമ്മ ഫർരിജ അൻ, എന്നാൽ പ്രിയപ്പെട്ടവരെ, സഅദും ഖബറിൽ ഞെരുങ്ങുന്ന അവസ്ഥയുണ്ടായി. സഅദിന്റെ വാരിയെല്ലുകൾ കൂട്ടിയിണക്കുന്ന രൂപത്തിൽ ഖബർ സഅദിനെ ഒന്ന് ഇടുക്കിക്കളഞ്ഞു. എന്നിട്ട് റസൂൽ പറയുന്നുണ്ട്, സഹാബത്തെ, ആരെങ്കിലും ഖബറിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഅദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര കണ്ട് ആദർശത്തിൽ ഉറച്ചു നിന്ന് പ്രഖ്യാപിച്ച് 5 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ ചരിത്രം രചിച്ച ഈ മഹാനുഭാവൻ, ആ മഹാനുഭാവനും നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഇത്തരണത്തിൽ നമ്മൾ ആലോചിക്കുന്നത്. ഏതൊരു തിന്മക്കെതിരെയും ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് നോക്കേണ്ടത്. നമ്മുടെ ഇംഗിതത്തിന് ചില ആളുകൾക്ക് വ്യഭിചാരമായിരിക്കും അവരുടെ ഇംഗിതം, ചില ആളുകൾക്ക് ലഹരിയായിരിക്കും, ചില ആളുകൾക്ക് പുകവലിയായിരിക്കും, ചില ആളുകൾക്ക് സാമ്പത്തിക ക്രമക്കേടായിരിക്കും, ചില ആളുകൾക്ക് വെട്ടിപ്പിടിക്കലുകളായിരിക്കും, ചില ആളുകൾക്ക് സൂക്ഷ്മതക്കുറവായിരിക്കും, ചില ആളുകൾക്ക് ദീനിന്റെ നിയമങ്ങളെ നിസ്സാരമാക്കലായിരിക്കും. ഇങ്ങനെ ഒരുപാട് പാപങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അള്ളാഹു എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കഠോരമായ ശിക്ഷ ഉണ്ടാകും. എല്ലാ കാര്യത്തിലും സൂക്ഷ്മത വേണം. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഇബാദത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ നോക്കാറുള്ളത്. സകാത്ത് ഇന്നതിന് കൊടുക്കണോ, ഇതിന് ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സകാത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് സമാധാനം. കുറെ സകാത്ത് കൊടുക്കാൻ വിധിക്കപ്പെട്ട ആളുകളില്ലേ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് ഖുർആൻ പറഞ്ഞ, അവർക്ക് ലഭിച്ചതിൽ നിന്ന് അവർ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ വിഭാഗമായിരിക്കും. പക്ഷേ ദുനിയാവിലെ പ്രബദ്ധത കാരണത്താൽ, ഭൗതിക മോഹം കാരണത്താൽ ഞാൻ ഇന്നതിന് കൊടുക്കേണ്ടിയുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ അവസാനം ഫത്വ കൊടുക്കണം, നിങ്ങൾ ഒന്നിനും കൊടുക്കണ്ട, നിങ്ങൾ വെച്ചലേ, എങ്കിലും ഉപ്പർക്ക് സമാധാനം. അതുപോലെയാണ് പലിശയുടെ കാര്യത്തിൽ. 0% പലിശ, 1 രൂപ കൊടുത്താൽ ഒരു കാറ് എന്ന് കാണുമ്പോൾ ഓടിപ്പോകുന്നു. അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പലിശയുണ്ടെന്നറിയുന്ന മനുഷ്യന്മാര് പോലും അത് അന്വേഷിക്കാതെ അവിടേക്ക് പോകുന്നത് എന്തിനാ? അതറിയാത്തൊരു പലിശയായിട്ട് ഈ കാറ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആലോചിച്ചിട്ട് മുൻഗാമികളൊക്കെ അവിടെയൊക്കെ സൂക്ഷിച്ചത് ചരിത്രങ്ങളിൽ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ നമ്മളെ കണ്ണ് തുറന്നു പോകും. മഹാനായ ഇമാം അബൂ ഹനീഫ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വീട്ടിന്റെ ഉമ്മറപ്പുറത്തുള്ള ചാരുവിൽ, ആ ചോലയിൽ സ്ഥിരമായി ഇരിക്കാറുള്ള ആളായിരുന്നു അബൂ ഹനീഫ. ഇമാം അബൂ ഹനീഫയോട് നിരന്തരമായി ഇരുന്ന് നല്ല ചങ്ങാത്തത്തിലുള്ള ഈ ചങ്ങാതി കുറച്ച് പണം കടം വാങ്ങി കുറച്ച് ദിവസത്തേക്ക്. അന്ന് മുതൽ അബൂ ഹനീഫ പിന്നെ അവിടെ ഇല്ല. അങ്ങനെ കൃത്യമായ സമയമെത്തിയപ്പം ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ട് സലാം ചൊല്ലി. അതിന് മുട്ടി സലാം ചൊല്ലി ഈ ആതിഥേയന്റെ ഒരു കർട്ടൻ നീക്കി വലൈക്കും സലാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇമാം അബൂ ഹനീഫ വീട്ടിന്റെ കുറച്ച് ദൂരോട്ടൊരു വെയിലത്ത്, എവിടെ, നമ്മുടെ നാടല്ല, മക്കയുടെ ചുട്ടുപൊള്ളുന്ന മണൽത്തരിക്ക് മുകളിൽ ഇമാം അബൂ ഹനീഫ കാത്തു നിൽക്കുകയാണ് വീട്ടുകാരൻ പറഞ്ഞു, ഇങ്ങോട്ട് വരി, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഈ തവനത്തിരിക്കും. ഇല്ലാന്ന് പറഞ്ഞു. നിങ്ങൾ എന്നും ഇരിക്കുന്ന സ്ഥലല്ലേ, നിങ്ങളുടെ ഇരിപ്പിടാണിത്, നിങ്ങൾ ഇഷ്ടം പോലെ ഇരുന്ന് നമ്മൾ കഥ പറയുന്ന ഈ സീറ്റിൽ ഇരിക്കും. അബൂ ഹനീഫ എന്താ പറഞ്ഞത്? സഹോദരാ, ഞാൻ നീയുമായിട്ടൊരു സാമ്പത്തിക ഇടപാടുണ്ട്,
നീ എനിക്ക് കടം തരാനുണ്ട്, ഞാനത് വാങ്ങാൻ വന്നതാ. അതിനിടയിൽ നിന്റെ ഈ തണലിൽ ഞാൻ ഒന്നിരുന്നാൽ അത് ഞാൻ നിനക്ക് കടം തന്നതിന്റെ പേരിലുള്ള ഏതെങ്കിലും ഒരു സൗകര്യത്തെ ഉപയോഗപ്പെടുത്തുന്നത് ഒരു പലിശയായി മാറുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ ഈ വെയിലത്ത് നിൽക്കുന്നത് എന്നാ അബൂ ഹനീഫ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ജീവിതത്തിലെ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങി കൂട്ടുന്നുണ്ട്. ഭാര്യമാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ കല്യാണങ്ങൾ വരുമ്പം നമ്മുടെ ബഡ്ജറ്റിലല്ല നിൽക്കുന്നത്. ഭർത്താവിനെ ഏൽപ്പിക്കുകയാണ്. അയാൾ കടം വാങ്ങിയിട്ട് മരിച്ചാലും ശരി, പലിശക്ക് വാങ്ങിയിട്ട് നരകത്തിൽ പോയാലും ശരി, കാര്യങ്ങൾ നടക്കണം. അവിടെയൊക്കെ നമ്മളൊക്കെ ഉള്ളത്. ഏറ്റവും നല്ല ആദർശമുള്ളവരല്ലേ നമ്മൾ. അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് മനസ്സിലാക്കിയവർ, അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവർ, ജിന്നിനെയോ മലക്കിനെയോ ഒരു ഇൻസിനെയോ ഒരു കാര്യത്തിനും വേണ്ടി തേടാത്തവർ, ഇന്നുവരെ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ പോലെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവർ, ജീവിതത്തിൽ മുച്ചൂടും തൗഹീദിന് വേണ്ടി കടലാടിയവർ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ ആളുകളുടെ പരിഹാസം ഏറ്റുവാങ്ങിയവർ, അങ്ങനെ ഏറ്റവും മഹിതമായ ഒരു ആദർശത്തിൽ നിന്നതിന്റെ പേരിൽ ഭൗതികമായ പല സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടവർ, അങ്ങനെ ഒരുപാട് സാമ്പത്തികമായ സ്രോതസ്സുകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ, അങ്ങനെയൊക്കെ ജീവിച്ചവരാ നമ്മൾ. ബിദ്അത്തുകളെ അറപ്പോടുകൂടി കണ്ടവർ. എത്ര മനോഹരമായ ആളുകൾ, നാട് നിറയെ ആളുകൾ, ആബാലവൃദ്ധം ജനങ്ങൾ എത്ര സന്തോഷത്തിൽ കഴിച്ചു കൂട്ടിയാലും എന്റെ പ്രിയപ്പെട്ട റസൂൽ കാണിക്കാത്ത ഒരു ആഘോഷമാണ് അത് എന്ന് ഉറച്ച് വിശ്വസിച്ച് അതിനോട് വിമുഖത കാണിച്ചവർ, ഹറാമുകളിൽ നിന്ന് അറപ്പോടുകൂടി മാറി നിന്നവർ, സുന്നത്തുകളെ പരമാവധി അവലംബിച്ചവർ, ഇങ്ങനെയൊക്കെ ജീവിച്ച നമ്മൾ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൂടി പരിശോധിക്കണം. നമ്മുടെ സ്വഭാവം ഒരുപാട് നന്നാവാനുണ്ട്. സ്വഭാവത്തിൽ ഒരുപാട് ഡീലുകളിൽ ആളുകൾ ആകർഷിക്കപ്പെടുന്ന ഡീലുകൾ ഉണ്ടാവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചില നടപടിക്രമങ്ങളൊക്കെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലേ. സുഹൈൽ ഇബ്നു അംർ ഹുദൈബിയ സന്ധിയുടെ കരാർ എഴുതുന്ന സമയത്ത് പലവിധ ഈ ഡിമാൻഡുകൾ ഇങ്ങനെ വെക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ എഴുതിയാണ്. ഒരു ഡിമാൻഡ് ഇതായിരുന്നു, മക്കയിൽ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ 10 വർഷത്തേക്ക് മദീനത്തേക്ക് അയാളെ കൊണ്ടുപോകാൻ പാടില്ല. റസൂൽ പറഞ്ഞു ഓക്കെ. സഹാബാക്കളൊക്കെ അമ്പരന്നു. മക്കത്തു നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ മദീനത്തേക്ക് കൊണ്ടുപോകണ്ടാന്നോ? റസൂൽ പറഞ്ഞു ഒന്നും മിണ്ടണ്ട, ഓക്കെ അയച്ചു. ആ സമയത്ത് സുഹൈൽ ഇബ്നു അംറിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ചങ്ങലകൾ പൊട്ടിച്ച് കരഞ്ഞുകൊണ്ട് സുഹൈൽ ഇബ്നു അംറിന്റെ മോൻ വരുന്നുണ്ട്, അബൂജന്തൽ. അള്ളാന്റെ റസൂലെ, ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചതാണ്. എന്റെ വാപ്പ ഈ വീട്ടുതുറങ്കലിൽ എന്നെ ചങ്ങലയിലിട്ട് പീഡിപ്പിക്കുകയാണ് റസൂലെ, നിങ്ങൾ എന്നെ കൊണ്ടുപോകണം, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. ആരൊക്കെയുണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ? ധീരനായ ഉമർ ഖത്താബുണ്ട്, ധീരനായ അലിയാർ തങ്ങളുണ്ട്. ഒരു യുദ്ധമുഖത്ത് മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കി അവസാനം അലിയാർ തങ്ങളെ കൊള്ളെ 10-20ഓളം ശത്രുക്കൾ ഒന്നിച്ചു വന്ന സമയത്താണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞൊരു കോട്ടയുടെ വാതിൽ വിളിച്ച് തിരിഞ്ഞപ്പോ ആ കോട്ടയുടെ വാതിലടക്കം അലിയാർ തങ്ങളുടെ കയ്യിൽ വന്നു. ആ ചരിത്രത്തിൽ നമ്മൾ വായിച്ചത്. പിന്നെ 7ഓളം വലിയ മല്ലന്മാർ വന്നിട്ടാണ് അത്രേ ആ കോട്ടയുടെ വാതിൽ അവിടെ വന്ന് ഫിറ്റ് ചെയ്തത്, പിന്നെ തിരിച്ചു വെച്ചത്. അത്ര ശക്തനായ അലിയാർ തങ്ങളുണ്ട് കൂടെ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അബൂജന്തൽ, നിങ്ങൾ ക്ഷമിക്കണം. ഇന്നത്തെ കരാറിൽ ഇവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളെ 10 വർഷത്തേക്ക് മദീനത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് ഞാൻ കരാർ ചെയ്തു പോയി. അതുകൊണ്ട് അത് പാലിക്കൽ എനിക്ക് നിർബന്ധമാണ്. ഈ കരാർ പാലനം കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ എതിരാളിയായിരുന്ന സുഹൈൽ ഇസ്ലാം സ്വീകരിച്ച ചരിത്രം നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. ഏതൊരു ഡീലിലും ആളുകൾ മാറുന്ന അവസ്ഥ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ആകർഷിക്കപ്പെടുന്ന ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ആ ക്രിസ്ത്യാനിക്ക് ഒരുപാട് കന്നുകാലി സമ്പത്തുണ്ടായിരുന്നു. ആ കന്നുകാലിയെ പോറ്റാനുണ്ടാക്കിയ ആല ഹസനുൽ ബസ്രിയുടെ വീടിന്റെ ഭാഗത്തായിരുന്നു. അവിടെ നിന്ന് എന്നും മാലിന്യവും വൃത്തികേടുകളും ഒലിച്ചിറങ്ങി ഹസനുൽ ബസ്രിയുടെ മുറ്റത്തേക്ക് വരാൻ തുടങ്ങി. ഹസനുൽ ബസ്രി ഇത് അയൽവാസിയോട് പറഞ്ഞില്ല. അദ്ദേഹം എങ്ങനെ എടുത്ത് ക്ലീനാക്കും. പുറത്തു നിന്ന് നല്ല ബന്ധമാണ് ഈ ക്രിസ്ത്യാനിയായിട്ട്. 3-4 ദിവസം ഹസനുൽ ബസ്രിയെ കാണുന്നില്ല. അങ്ങനെ ഈ ക്രിസ്ത്യാനി അന്വേഷിച്ചപ്പോൾ പാവം സുഖമില്ലാതെ കിടക്കുക. അങ്ങനെ ഹസനുൽ ബസ്രിയെ കാണാൻ വരുന്നുണ്ട് ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ. ഈ അയൽവാസി കടന്നു വന്ന് മുറ്റത്തേക്ക് എത്തിയപ്പോൾ ദുർഗന്ധം വമിച്ചിട്ട് വയ്യ. അങ്ങേയറ്റം അസഹ്യമായ ദുർഗന്ധം കൊണ്ട് ആ മുറ്റത്തേക്ക് നോക്കുമ്പോൾ തളം കെട്ടി നിൽക്കുകയാണ് അങ്ങേയറ്റം മാലിന്യങ്ങൾ. നോക്കുമ്പോൾ തൻ്റെ വീട്ടിലെ ആലയിൽ നിന്നാണ് അത് വന്നത് എന്ന് ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ മനസ്സിലാക്കി. അങ്ങനെ വീട്ടിലേക്ക് കയറി ഹസനുൽ ബസ്രിയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു. എന്താണ് പറ്റിയത്? പനി പിടിച്ചു. അതിനേക്കാളും പ്രയാസമാണല്ലോ മുറ്റത്തുള്ളത്. എൻ്റെ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ മൊത്തങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ദുർഗന്ധം സഹിക്കാൻ പറ്റാത്തതാണ്. ഞാൻ പെട്ടെന്ന് തന്നെ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഒരാളെ പറഞ്ഞേച്ചാൽ മതിയായിരുന്നു.
ഞാനതിൻ്റെ പരിഹാരം ചെയ്യുമായിരുന്നു എന്ന് ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഹസനുൽ ബസരി റഹിമഹുല്ലാ എന്ന പ്രഗത്ഭനായ പണ്ഡിതൻ, ഹസനുൽ ബസരി പറഞ്ഞ 300ഓളം സഹാബാക്കളെ കണ്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം. 300ഓളം സഹാബാക്കളെ കണ്ട് ജീവിച്ചു വന്ന മഹാനാണ്. അദ്ദേഹം പറഞ്ഞു, അതൊരു വിഷയാക്കണ്ട, എൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാകും. ഞാനതൊന്നും വൃത്തിയാക്കുന്നതാണ്. ഞാനൊരു 3-4 ദിവസം ബ്ലോക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു മാലിന്യം ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾ വിഷയാക്കണ്ടെന്ന്. അപ്പൊ ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലയോ ആ ഹസനുൽ ബസരിയെ വിളിച്ചിട്ട് നിങ്ങൾ പറ, എപ്പോഴാണ് ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങിയത്? എത്ര ദിവസമായി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുമല്ലോ, എത്ര നാളായി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്? ഹസനുൽ ബസരി പറഞ്ഞ മറുപടി എത്ര അറിയും? 20 കൊല്ലം. 20 കൊല്ലമായി. 20 കൊല്ലമായി. എത്ര അയൽവാസിയുടെ മാലിന്യങ്ങളും മൂത്രവും ദുർഗന്ധവും വമിക്കുന്ന ഈ കച്ചറ ഈ വീട്ടിലേക്ക് ഒലിച്ചു വരാൻ തുടങ്ങിയിട്ട് 20 കൊല്ലായി ഹസനുൽ ബസരി. അയൽവാസിയായ ഈ ക്രിസ്ത്യാനി തല താഴ്ന്നു പോയി. അദ്ദേഹം ലജ്ജിച്ചു പോയി. വേഗം വീട്ടിലേക്ക് പോയി കുളിച്ചു മാറ്റി വന്നിട്ട് പറഞ്ഞു, അയൽപക്ക ബന്ധത്തിന്റെ അമൂല്യതയെ കാത്തു സൂക്ഷിക്കാൻ ഇത്ര കണ്ട് വലിയൊരു ത്യാഗോജ്ജലമായ നിലപാട് നിങ്ങളെ പഠിപ്പിച്ച റസൂലുള്ളാഹ് വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ്, വല്ലാത്തൊരു പ്രവാചകനാണ്. എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് ഷഹാദത്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ചു. ഈ അയൽവാസി 20 കൊല്ലം നമ്മളെ അയൽവാസിന്റെ ഒരു പുളിന്റെ ഇല ഇങ്ങനെ കറങ്ങി നമ്മളെ ഗോണറ്റുമലോ നമ്മളെ പോർച്ചിലോ മുറ്റത്തോ എത്തിയാൽ മോനെ വരുത്തിക്ക് നമ്മൾ കുവൈറ്റിന്ന് ചോദിക്കാൻ പോവാൻ അല്ലേ? അവിടുത്തെ പൂച്ച നമ്മളെ മുറ്റത്ത് അപ്പിയിട്ടാൽ ആ അപ്പി കോരിയിട്ടിരുന്ന സ്ഥലത്ത് നമ്മൾ ഇടൂല. നടന്നു പോയിട്ട് ഓന്റെ ബോർഡറിന്ന് ഓന്റെ അടുത്തേക്ക് എറിയും. അവിടുത്തെ ഒരു മത്തിയുടെ തല, അവിടുത്തെ ഒരു കോഴി ഇവിടെ കൊണ്ടുപോയിട്ടാൽ ആ മത്തിത്തലി കച്ചറയും നമ്മൾ അവിടേക്ക് തന്നെ വലിച്ചെറിയും അല്ലേ? എന്നാൽ അവിടുത്തെ മാങ്ങ അപ്പുറം വീണാൽ കൊടുക്കൂല, അവിടുത്തെ ബോള് അപ്പുറത്തേക്ക് വന്നാൽ കൊടുക്കൂല. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഈ അയൽപക്ക മര്യാദകൾ ഇത്രയും മഹിതമായ ആദർശമുള്ള നമുക്ക് ഇല്ലാതായി പോകുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ കണ്ടിട്ടൊരുത്തം ഇസ്ലാമിലേക്ക് വരാത്തത്, നമ്മളെ കണ്ടിട്ട് നമ്മളുടെ ഡീല് കൊണ്ട് ഇസ്ലാമിലേക്ക് ഒരാൾ വരാത്തത് നമ്മളുടെ വിട്ടുവീഴ്ച കുറവാണ്, നമ്മളുടെ സഹാനുഭൂതി കുറവാണ്, നമ്മളുടെ സഹവർത്തിത്വത്തിന്റെ കുറവാണ്, നമ്മളുടെ സാമ്പത്തിക സൂക്ഷ്മത കുറവാണ്, നമ്മളുടെ നാവിന്റെ തകരാറാണ്, നമ്മളുടെ കാഴ്ചപ്പാട് മോശമായത് കൊണ്ടാണ്, നമ്മളുടെ അവരോടുള്ള നിലപാടിലുള്ള കാപട്യമാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് ആളുകളൊക്കെ വിദൂരത്തേക്ക് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം നമുക്ക് സമ്മാനിക്കണമെങ്കിൽ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ അള്ളാന്റെ അടുക്കൽ ഒരുമിച്ച് കൂടുന്ന വേളയിൽ നന്മ ചെയ്തവർക്ക് വിജയമുണ്ടെന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിന്റെ ആളുകളെ കൂട്ടമായിട്ട് കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആ സംഘത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നന്മയുടെ വാഹകരാവണം. സംഘടനാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒക്കെ നിർവഹിക്കുമ്പോഴും അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാത്തൊരു നന്മയും ഉണ്ടാവരുത് എന്ന നിലക്കുള്ള സൂക്ഷ്മതാബോധം, ആ ഇഖ്ലാസ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. ഏതൊരു നന്മ ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാകാൻ നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തണം. അത്തരുണത്തിൽ ജീവിതത്തിൽ മുച്ചൂടും സൂക്ഷ്മാലുക്കളാകുമ്പോൾ നമുക്ക് എല്ലാ നിലക്കും അള്ളാഹുവിന്റെ ബറക്കാത്തുകൾ കടന്നു വരും. നമ്മുടെ ഫാമിലികൾ ഇന്ന് നല്ല ബേജാറിലാണ് അല്ലേ? ഫാമിലിയിൽ എല്ലാവരും പ്രയാസത്തിൽ. എന്തൊരവസ്ഥ നമ്മളെ അവസ്ഥ! സ്വന്തം മോൻ്റെ അടുത്ത് മോളെ വെച്ചിട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവിടത്തോളം എത്തി അല്ലേ? എല്ലാം എന്താ പറയുക, കെട്ട് നാറുകയാണ്. ലഹരി നമ്മുടെ നാടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കുടുംബത്തിലും ലഹരി ഉപയോഗിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകുമെന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ വന്ന റിപ്പോർട്ട് കണ്ടില്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ 25,000 കോടി രൂപയുടെ MDMA ആണ് കേരളത്തിലേക്ക് ഈ വർഷം ഒഴുകി വന്നത്. 25,000 കോടി. അതിൽ 70% ഉപയോഗിച്ചത് 10 വയസ്സിന്റെയും 15 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ കുട്ടികൾ. ബാക്കി 20% ഉപയോഗിച്ചത് 16 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അതായത് കോളേജ് സ്റ്റുഡൻസ്. 90% തീർന്നു. ബാക്കി 10% നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ കേരളത്തിലെ മുതിർന്ന ആളുകളായ ഗുണ്ടകളും തമ്മാടികളും ഒക്കെ ഉള്ള ആൾക്കാർ മൊത്തം ഉപയോഗിച്ചത് 10%. 90% ഉപയോഗിച്ചത് വേഗൂട്ട് പുസ്തകം എടുത്തിട്ട് അധ്യാപകന്റെ തണലിലേക്ക് നടന്നുപോയ നമ്മുടെ വിദ്യാർത്ഥിനികളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിക്കുന്ന വേണം. ഇതെവിടെയാണ് മരുന്ന് കൊടുക്കുക എന്ന് ചോദിച്ചാൽ, എന്താണ് ഇതിന്റെ പരിഹാരം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളി. 10-20 വർഷങ്ങൾക്ക് മുമ്പ് വരെ മദ്രസാ സംവിധാനം സിസ്റ്റമാറ്റിക്കലി മുസ്ലിം കുടുംബത്തിൽ നടന്നിരുന്നു. സുന്നിയും മുജാഹിദും ജമാഅത്തും എല്ലാവരും മദ്രസാ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകിയിട്ട് 10 മണിയുടെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മഗ്‌രിബിന് ശേഷം ഉമ്മയും ബാപ്പയും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടിരുന്ന നാടുണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ വിഭിന്നമായി നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കുതിച്ചു കയറ്റവും
8 മണിക്കും 7:30 മണിക്കും സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മദ്രസകളൊക്കെ മുറിച്ചു മാറ്റിയിട്ട് നമ്മൾ നമ്മളെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസത്തിന് പഠിച്ചതിന് ഭൗതികമായ ലാഭം നമ്മൾ നേടിയിട്ടുണ്ടാകാം. എഞ്ചിനീയർമാരും ഡോക്ടർമാരും കുടുംബത്തിൽ വന്നിട്ടുണ്ടാകാം, അധ്യാപകർ വന്നിട്ടുണ്ടാകാം. പക്ഷെ പ്രിയപ്പെട്ട സമൂഹമേ, നമ്മൾ അതിൽ ഒരല്പം ആളുകൾ, ഒരു ചില്ലറ ശതമാനം ആളുകൾ മാത്രമാണ് ദീനിനെ അവലംബിച്ചു കൊണ്ടിട്ട് പ്രൊഫഷണലുകളായവർ. ബാക്കി എല്ലാ ആളുകളും അള്ളാഹനെ മറന്നവരായി മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാ ആളുകളും നമ്മൾ പറയും, എന്റെ മോൻ നിസ്കരിക്കുന്നുണ്ട്, എന്റെ മോൻ അത്യാവശ്യം ഖുർആൻ ഓതും, ഓൻ അത്യാവശ്യം സക്കാത്തെല്ലാം കൊടുക്കുന്നുണ്ട്. പോരാ പ്രിയപ്പെട്ടവരെ, സ്വകാര്യതയിൽ തിന്മ ചെയ്യാതിരിക്കാനുള്ള ഈമാൻ അത് നിങ്ങളെ മോനുണ്ടോ പരിശോധിക്കണം. സ്വകാര്യതയിൽ ബാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ബാപ്പായുടെ അഭാവത്തിൽ ബാപ്പാനെ മാത്രമല്ല അള്ളാഹനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ നന്മ ചെയ്യുന്ന മക്കളായിട്ടുണ്ടോ പരിശോധിക്കണം. ഇതൊന്നും കൊടുക്കാൻ കഴിയാതെ ആകെ വേർപ്പ് മുട്ടി നിൽക്കുകയാണ് നമ്മളെല്ലാവരും. ഭൗതികമായ വളർച്ച വന്നപ്പം ആത്മീയമായ ദോഷങ്ങൾ അവർക്ക് വരുന്നൊരവസ്ഥ ഉണ്ടായി. വിശ്വാസമില്ലാതെ, അള്ളാഹനെ പറ്റി പേടിയില്ലാതെ, അള്ളാഹനെ പറ്റി പേടിയില്ല എന്ന് മാത്രമല്ല ആത്മാർത്ഥമായിട്ട് വല്ലാഹി ഇട്ടിട്ട് തിന്മകൾ ചെയ്യുന്നവരായിട്ട് അവർ മാറുന്ന അവസ്ഥ ഉണ്ടായി. മാതാപിതാക്കളെ കബളിപ്പിക്കുന്നവരായി, മാതാപിതാക്കളെ വഞ്ചിക്കുന്നവരായി അവർ മാറുന്ന അവസ്ഥ ഉണ്ടായി. ഈമാനില്ലാത്തതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം അവർക്ക് ദൃഢപ്പെടാത്തത് കൊണ്ടാണ് അവർ അടിയുലയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ലാഞ്ചിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് മഹല്ലും പള്ളിയും റമദാനൊക്കെ വരുമ്പോൾ നമ്മളെ പള്ളിയിൽ, ഇവിടുന്ന് വിട്ട് നാളെ ടൂറിന് പോയാൽ ഓല കൂടെ കള്ളുടിക്കാനുണ്ടാവും, ഡാൻസ് ചെയ്യാൻ, അങ്ങനെ ജീവിക്കുകയാണ് മിക്ക ആൾക്കാർ. മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാഹ് തന്റെ ഓർമ്മകളുടെ തീരത്ത് പറയുന്നുണ്ട്, അവസാന കാലം എത്തിക്കഴിഞ്ഞാൽ തൗഹീദുള്ള ആളുകൾ വളർന്ന് പടർന്ന് പന്തലിക്കും, പക്ഷെ അവർ സമൂഹത്തിലേക്ക് ലയിച്ചു പോകുന്ന. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ വരികളിൽ നമ്മൾ വായിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായി കഴിയുമെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. എല്ലാം ഉണ്ട് നമുക്ക്. ദുനിയാവത്തെ ഒരു തിന്മയും ഒഴിവാക്കാൻ നമുക്ക് കഴിയുന്നില്ല. പരലോകത്തിന് വേണ്ടിയിട്ട് നന്മകൾ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ദുനിയാവിൽ നടക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത, പാടില്ലെന്ന് പറഞ്ഞ പാതകങ്ങൾ വരെ ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ചെയ്യുന്നിടത്തേക്ക് നമ്മളും നമ്മുടെ ഭാര്യയും നമ്മുടെ മാതാപിതാക്കളും കുടുംബവും മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുക പ്രിയപ്പെട്ടവരെ? الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. എന്നിട്ട് അല്ലാഹു പറഞ്ഞില്ലേ, قل لو كان البحر مدادا لكلمات ربه لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. എന്നിട്ട് പറയുന്നത്, قل إنما أنا بشر مثلكم يوحى إلي. നബിയെ പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ പോലുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. എന്നിട്ടോ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, എനിക്ക് വഹി ലഭിക്കുന്നു എന്നതാണ് കാര്യം, അള്ളാഹു ഏകനാണ് എന്നുള്ള കാര്യം. എന്നിട്ട് പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആർക്കെങ്കിലും തന്റെ റബ്ബിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടണമെന്നുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവർ ഏറ്റവും നല്ല വൃത്തിയുള്ള, കലർപ്പില്ലാത്ത, സംശുദ്ധമായ അമൽ നിർവഹിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലും കാണാൻ സാധിക്കും. അത്തരുണത്തിൽ പ്രിയപ്പെട്ടവർ, ഏറ്റവും നല്ല സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ എന്ന നിലയ്ക്ക് കർമ്മ മേഖലകളിൽ ആത്മാർത്ഥത കൈവരിച്ച് ആരോടും ഒരു പകയും ഒരു വിദ്വേഷവും വെക്കാതെ, ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അപഹസിക്കാതെ, ഒരാളെയും അവഗണിക്കാതെ ഏറ്റവും നല്ല ഉദാത്തമായ മാതൃകയുള്ള ആളുകളായിട്ട് നമ്മൾ വളരാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. ഓരോ ആളുകളും അവനവന്റെ കാര്യത്തിൽ ആ തൽപരത കാണിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിലൂടെ നമുക്ക് എല്ലാവിധ നന്മയുള്ള ചൈതന്യവും നമുക്ക് നൽകി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രായത്തിലും, കൗമാരത്തിലും, ബാല്യത്തിലും, യൗവനത്തിലും, വിവാഹത്തിന്റെ മുമ്പും വിവാഹത്തിന് ശേഷവും, മക്കളുണ്ടാകുന്നതിന്റെ മുമ്പും മക്കളുണ്ടായതിനു ശേഷവും, നരബാധിക്കുന്നതിന്റെ മുമ്പും നരബാധിച്ചതിന് ശേഷവും ചെയ്തു പോയ ഒരുപാട് മഹാപാപങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത് പുറത്തു തരുമാറാവട്ടെ. അള്ളാഹു നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട് പ്രിയപ്പെട്ടവർ. ഓരോ ആളുകളും ഓരോ കുടുംബത്തിന്റെ അത്താണിയും ഓരോ കുടുംബത്തിന്റെ കാവൽക്കാരനുമാണ്. ആ ആളുകൾ മുടങ്ങുമ്പോൾ അതുമായി അനുബന്ധമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പിന്നെ അവരുടെ സന്തോഷമില്ല പ്രിയപ്പെട്ടവരെ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോകുന്ന വീടുകൾ കൂരിരുട്ടിന്റെ വീടുകളാകുന്നത് പോലെ ആരോഗ്യ ദൃഢഗാത്രന്മാരായ മനുഷ്യന്മാർ ഈ ഹോസ്പിറ്റലുകളുടെ വരാന്തകളിലും കട്ടിലുകളിലുമായി രോഗികളായി കിടക്കുമ്പോൾ ആ വീട്ടിലെ കുട്ടികൾക്ക് സന്തോഷിക്കാൻ ഇടമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അത്തരം ആളുകളെ ചേർത്ത് പിടിക്കാനും കൂടി ഈ റമദാൻ നമുക്ക് സഹായകമാകണം. അവര് സേഫാണെന്നും അവരുടെ കുടുംബം ഓക്കെയാണെന്നും അവർക്ക് പണം വരുന്നുണ്ടെന്നും ഒക്കെ തോന്നിയാലും ശരി, നിന്റെ കയ്യിലുള്ള ഒരു നാണയത്തൊട്ട് ആ പാവപ്പെട്ട ആവശ്യക്കാരനായ രോഗിയായ കടമുള്ള മിസ്കീനായ മനുഷ്യന്റെ വീട്ടിലേക്ക്
എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നിന്റെ റോൾ നിനക്ക് മനസ്സിലാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉദാരത കൊണ്ട് നമ്മൾ ഈ റമദാനിനെ ഉദാരത കൊണ്ട് തോൽപ്പിക്കുക, ഈ ഉദാരത നിറച്ചുകൊണ്ട് ഈ റമദാനിനെ നമ്മൾ കൈമുതലാക്കുക. നമ്മളുടെ ഈ ഭൗതികമായ ബഡ്ജറ്റുകളെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള സകാത്തും സദഖയും നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂല് ആണയിട്ട് സത്യമിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സദഖ ചെയ്തതിന്റെ പേരിൽ ഒരു മനുഷ്യനും പട്ടിണി കിടക്കേണ്ടി വരില്ല, പരാജയപ്പെടില്ല എന്ന്. ആ റസൂലുള്ളാഹിന്റെ വാക്കിനെ ഉദ്ഘോഷിച്ച് അതിനെ വിശ്വസിച്ച് കടിച്ചമർത്തിക്കൊണ്ടുള്ള ത്യാഗം ചെയ്ത് പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ഞാൻ എണ്ണിയിരിക്കുന്ന ആളുകളെ നമ്മൾ സഹായിക്കുക. തടി കൊണ്ട് കഴിയുന്നവർ തടി കൊണ്ടും, സമ്പത്ത് കൊണ്ട് കഴിയുന്നവർ സമ്പത്ത് കൊണ്ടും. ഇനി ആർക്കെങ്കിലും സമ്പത്തില്ലയോ, നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ സഹായിക്കുന്ന ആളുകൾ നിങ്ങളുടെ വൃന്ദത്തിലുണ്ടെങ്കിൽ, ഈ പറഞ്ഞ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, സാമ്പത്തികം കൊണ്ട് കഷ്ടപ്പെടുന്ന, ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടും കഷ്ടപ്പെടുന്ന, വിധവകളായി ഭർത്താക്കന്മാരില്ലാതെ വിധവകളായി ജീവിക്കുന്ന, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടും യതീമുകളായി ജീവിക്കുന്ന ഈ മക്കളുടെ വീടകങ്ങളിലേക്കെല്ലാം നമ്മളുടെ പൊതികൾ കടന്നു ചെല്ലേണ്ടതുണ്ട്, നമ്മളുടെ സഹായഹസ്തം കടന്നു ചെല്ലേണ്ടതുണ്ട്. അതേത് പാർട്ടിയിലുള്ളവനായാലും, സുന്നിയായാലും മുജാഹിദായാലും ആരായാലും അമുസ്ലിമായാൽ പോലും പ്രിയപ്പെട്ടവരെ പരിഗണിക്കുക. നമ്മൾ ഒരാളെയും മതം നോക്കാതെ പച്ചക്കരളുള്ള മനുഷ്യനാണോ അവനെ സഹായിക്കേണ്ട ഡ്യൂട്ടി മുത്തഖീങ്ങളായ നമുക്കുണ്ട് എന്നുള്ള ഉദാത്ത വിശ്വാസത്തോടു കൂടി നമ്മളുടെ ഉദാരത കൈമലർന്നുകൊണ്ട് പാവങ്ങളുടെ വീടുകളിലേക്ക് നിവർന്നു വരട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.